ഇടുക്കി ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിലെ പാമ്പുപാറയ്ക്കടുത്തായി 2-3 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെമ്പാരിത്തോട്ടുകാർക്ക് ഏക ആശ്രയമായിരുന്ന തകിടിപ്പാലം കഴിഞ്ഞ കനത്ത മഴയിൽ ഒലിച്ചുപോയി. ഇതോടെ 2 വാർഡുകളിൽ ഏകദേശം 50ഓളം കുടുംബങ്ങൾ ദുരിതത്തിലായി. ഇടുക്കി ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിലെ പാമ്പുപാറയ്ക്കടുത്തായി 2-3 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെമ്പാരിത്തോടുകാർക്ക് ഏക ആശ്രയമായിരുന്ന തകിടിപ്പാലം കഴിഞ്ഞ കനത്ത മഴയിൽ ഒലിച്ചുപോയി. ഇതോടെ 2 വാർഡുകളിൽ ഏകദേശം 50ഓളം കുടുംബങ്ങൾ ദുരിതത്തിലായി. ഈ ചെറിയ തോട് കടന്ന് അക്കരെ കടക്കുന്നതിനിടെ സ്കൂൾ വിദ്യാർത്ഥികളും സ്ത്രീകൾ ഉൾപ്പെടെ ഒഴുക്കിൽപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും തുടർന്ന് ഉടുമ്പൻചോല MLA സേനാപതി വേണു സ്ഥലം സന്ദർശിച്ചു. താൽക്കാലികമായി കടന്നു പോകുന്ന രീതിയിൽ കൈവരികൾ സ്ഥാപിക്കണമെന്നും 2 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിധത്തിൽ അപ്രോച്ച് റോഡും ചെറിയ പാലവും നിർമ്മിക്കുമെന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് MLAയുടെ ഉറപ്പ്. അടിയന്തരമായി ഒരു MLA എന്ന നിലയിൽ MLAയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ അത് PWDയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു അപ്രോച്ച് റോഡും അതോടനുബന്ധിച്ച് ഒരു ചെറിയ പാലവും നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കും. ആളുകളുടെ ഉത്കണ്ഠ മാറ്റും. ഇപ്പോൾ ഒരു ഡയറക്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് വെള്ളം കുത്തി ഒഴുകുന്നു, ആരെങ്കിലും തോട് മുറിച്ച് കിടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു കൈവിരി അപ്പുറത്തും ഇപ്പുറത്തും എന്താ പറയുക കമ്പ് നാട്ടി അല്ലെങ്കിൽ താങ് മരത്തിൽ ഒരു കൈവിരിയോടുകൂടി, കാരണം ആളുകൾ രാജാക്കട ചെമ്മണ്ണാർ പ്രധാന പാതയിൽ നിന്നും അച്ചൻകട പാമ്പുപാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഈ തോടിനോട് ചേർന്ന കോൺക്രീറ്റ് റോഡിന്റെ ഒരു വശം ഏതു നിമിഷവും ഇടിഞ്ഞു വീഴുന്ന സ്ഥിതിയാണ്. ഇതിനും പരിഹാരമുണ്ടാകുമെന്ന് MLA പറഞ്ഞു. ശക്തമായ കുത്തൊഴുക്കിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടുത്തുകാരുടെ നെഞ്ചിടിപ്പിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സാധാരണക്കാരായ ഇവിടുത്തുകാർ. വാർഡ് മെമ്പർ സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കൽ, നാട്ടുകാർ ഉൾപ്പെടെ നിരവധി പേർ എത്തിയിരുന്നു. സിറ്റി വിഷൻ, ഉടുമ്പൻചോല.